ദൈവത്തിന് മഹത്വം. ഇന്നലെ ദൈവത്തെക്കുറിച്ചുള്ള ദൈവം ഏകനാണോ ത്രിയേകനാണോ ദൈവത്തിൽ മൂന്നാളത്വങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ദൈവം ഏകനാണെന്നുള്ള കാര്യത്തിൽ യഹൂദന്മാർക്ക് സംശയമില്ല. അവർ ഏകസത്യ ദൈവത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിത്വം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനായിട്ട് അല്പം പ്രയാസമുണ്ട്. എങ്കിലും ഇന്ന് ഞാനൊരു ഉദാഹരണം പറയാം. ആ ഉദാഹരണത്തിലൂടെ അല്പം ചിന്തിച്ചതിന് ശേഷം അടുത്ത ഭാഗം നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണെന്ന് യിരെമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൽ. ഇന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുവിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയിൽ എവിടെ ചെന്നാലും ഉണ്ട്. അതാണ് വായു, എയർ. നമ്മൾ ശ്വസിക്കുന്ന ഈ വായു ഭൂമിയിൽ ഏകദേശം 50,000 അടിക്ക് മുകളിൽ വരെ ഭൂമിയുടെ എല്ലാ ഭാഗത്തും അത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് വായു. അതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് ഓസോൺ പാളിയാണ്. ഓസോൺ പാളി. അങ്ങനെ ഓസോൺ കൊണ്ട് ഒരു അതിർത്തിയിട്ട് ഇത്രയും ഹൈറ്റിൽ എല്ലായിടത്തും ഭൂമി നിറഞ്ഞു നിൽക്കുന്ന വായു. ഈ വായു നമ്മൾ ഇങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കുമ്പോൾ വായു എല്ലായിടത്തും ഉണ്ട്. നമ്മളത് പെട്ടെന്ന് തിരിച്ചറിയാറില്ല. പക്ഷെ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അടുത്തുള്ളതായ മരത്തിൻ്റെ ഇലകളൊക്കെ ഇളകുന്ന കാണുമ്പോൾ നമ്മൾ പറയും കാറ്റുണ്ട് എന്ന് പറയും. കാറ്റ് വീശുന്നുണ്ട്. സംഗതി വായു തന്നെയാണ് കാറ്റായി മാറിയത്. കാറ്റിൽ പ്രത്യേക ഘടകങ്ങളൊന്നുമില്ല. വായു തന്നെയാണ്. വായുവിലടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ തന്നെയാണ്, ഒന്ന് തന്നെയാണ്. വീണ്ടും ഈ കാറ്റ് അല്പം സ്പീഡ് കൂടി വരികയാണെങ്കിൽ, കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പറയും 60 മൈൽ 50 മൈലൊക്കെ സ്പീഡിൽ വരുന്നുണ്ട്, സൂക്ഷിക്കണം. അതിനെ നമ്മൾ പറയുക കൊടുങ്കാറ്റ് എന്നാണ്. കൊടുങ്കാറ്റ് വീശാറുണ്ട് എല്ലാ വർഷത്തിലും. പല രാജ്യങ്ങളിലും പല സമയങ്ങളിലൊക്കെ ശക്തമായ കാറ്റ്. ഈ കാറ്റ് വീശുമ്പോഴും ഇതിൽ അടങ്ങിയിട്ടുള്ളത് വായു തന്നെയാണ്. വായു തന്നെയാണ് കാറ്റായതും കൊടുങ്കാറ്റായതും. വീണ്ടും ഇത് ഒന്നുകൂടി വട്ടം കറങ്ങി വന്നാൽ നമ്മൾ പറയുന്നത് ചുഴലിക്കൊടുങ്കാറ്റെന്നാണ്. ചുഴലിക്കൊടുങ്കാറ്റ് വീശുമ്പോൾ ഇതേ വായു തന്നെയാണ്, ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വായുവാണ് കാറ്റായും കൊടുങ്കാറ്റായും ചുഴലിക്കാറ്റുമായിട്ടൊക്കെ വീശുന്നത്. അതിൽ മാറ്റങ്ങളില്ല. ഒരേ സാധനം തന്നെ പല രൂപത്തിൽ വരുന്നു. ഇപ്പോൾ നമുക്കറിയാം, അമേരിക്കയിൽ എല്ലാ കൊല്ലവും ചുഴലിക്കൊടുങ്കാറ്റുണ്ടാകാറുണ്ട്. കത്രീന, ഫിലോമിന, ഡേവിഡ് എന്നൊക്കെ പേരിട്ട് പല പേരിൽ വിളിക്കും. അതുപോലെ ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു സാധനമാണ് ഓക്കി ചുഴലിക്കാറ്റ്, ചുഴലിക്കൊടുങ്കാറ്റ്. ഈ ഓക്കി വരുമ്പോൾ തന്നെ വായുവിന് മാറ്റമില്ല. വായു എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വായു അത് ഓക്കിയായി വന്നു, ഒത്തിരി സ്പീഡ് കൂടി വന്നു, അല്ലെങ്കിൽ വട്ടം കറങ്ങി വന്നു. പക്ഷെ വായു തന്നെയാണ്. വായുവിൽ 6-7 മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ, ഹീലിയം, ഇങ്ങനെയുള്ള മൂലകങ്ങൾ. അത് തന്നെയാണ് ഓക്കിയിലും ഉള്ളത്. അപ്പോൾ തന്നെ ഭൂമി മുഴുവൻ നിറഞ്ഞ് ഈ വായു നിൽക്കുന്നുണ്ട്. വായുവിൻ്റെ വകഭേദങ്ങളായിട്ട് നമ്മൾ ചുഴലിക്കൊടുങ്കാറ്റ് പല പേരിട്ട് വിളിക്കും. ഇപ്പോൾ വായു ഓക്കി ഇനി നമ്മൾ വചനാടിസ്ഥാനത്തിൽ നോക്കി കഴിഞ്ഞാൽ ഓക്കീനെ നമ്മൾ താരതമ്യം ചെയ്ത് നമുക്കൊന്ന് പഠിക്കാം. ഓക്കി പറയാണ് ഞാനും പിതാവും ഒന്നാകുന്നു, അല്ലെങ്കിൽ ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് ഓക്കി പറയുകയാണെന്ന് വിചാരിച്ചാൽ ഓക്കെയാണ്. കാരണം വായു തന്നെയാണ് ഓക്കി. വീണ്ടും ഓക്കി പറയാണ് എൻ്റെ പിതാവ് എന്നെ അയച്ചു. കാരണം നമുക്കറിയാം വായു ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതാണ് ഓക്കിയായിട്ട് വന്നത്. ഓക്കി പറയാണ് എന്നെ അയച്ച പിതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഓക്കിയും പിതാവും, അല്ലെങ്കിൽ ഓക്കിയും വായു ഒന്ന് തന്നെയല്ലേ? ഇനി പിതാവും പുത്രനുമായിട്ട് ഇതിനെ ഒന്ന് താരതമ്യം ചെയ്തൊന്ന് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ കത്രീന പറയാണ് എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ. അപ്പോൾ കത്രീന എന്ന് പറഞ്ഞാൽ
അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലോ അല്ലെങ്കിൽ ഷിക്കാഗോയിലോ ഏതെങ്കിലും ഒരു ഭാഗത്താണ് വീശിയടിക്കുന്നത്. പവറിലടിച്ചു, അവിടെ കുറേ കെട്ടിടങ്ങൾ തകർന്നു. ഇപ്പോൾ നമുക്ക് ആ ഫിലോമിനെ നോക്കിയാൽ കാണാൻ പറ്റുമോ? ഇല്ല, വായു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഓക്കീനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഇപ്പം പറ്റില്ല. ഇപ്പം കാണാൻ കഴിയുന്ന വായു ഉണ്ട്, നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലോ. ഇനി ഓക്കി വീണ്ടും വരിക എന്ന് വിചാരിച്ചാൽ പല പേരിലാണ് നമ്മൾ ഇടുക. ഓക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ വേറെ പേരൊക്കെ ആവും. പക്ഷെ ഓക്കി ഫസ്റ്റ്, ഓക്കി സെക്കൻഡ്, ഓക്കി തേർഡ് അങ്ങനെ ഇടുകയാണെങ്കിൽ ഓക്കി 1 വന്നു കഴിഞ്ഞു. ഇനി എന്നാണ് വരുന്നതെങ്കിൽ അത് ഓക്കി 2-ാമൻ, ഓക്കി 3-ാമൻ. അങ്ങനെ നമ്മൾ ചിന്തിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാവും. കാരണം എന്താ, എൻ്റെ പിതാവ് എന്നെ അയച്ചു. ഓക്കി പറയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലും. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. കാരണം ഓക്കി ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കിയിൽ കാണുന്ന മൂലകം വായുവിലുള്ളത് തന്നെയാണ്. വായു തന്നെയാണ് ഓക്കി. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അത് ചിന്തിച്ചാൽ കാര്യം പിടി കിട്ടും. വായു ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്, അതുപോലെ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നതാണ് ദൈവം. ദൈവം ദൂതനായിട്ട് വന്നിട്ടുണ്ട്, ദൈവം മനുഷ്യനായി വന്നിട്ടുണ്ട്. ദൈവം ഇനി നമ്മൾ ഈ വായു ഇച്ചിരി ചൂടുള്ള കാലത്തൊക്കെ ആണെങ്കിൽ ചൂടായിട്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് വരുന്നൊരു തണുത്ത കാറ്റിനെ നമ്മൾ പറയും മന്ദമാരുതൻ എന്ന് പറയും. മന്ദമാരുതൻ അത് നമുക്ക് കുളിർമ സുഖമൊക്കെ തരും, ഒരാശ്വാസം പകരും. അതുപോലെ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയും. ആശ്വസിപ്പിക്കുന്ന മന്ദമാരുതനായിട്ട് സാധനം ഒന്ന് തന്നെയാണ്. ഇനി ഇതിൻ്റെ വ്യത്യാസങ്ങളെ കുറിച്ച് കൂടി ഒന്ന് നമ്മൾ വചനപ്രകാരം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാനായിട്ട് പറ്റും. ഒന്ന് ചിന്തിക്കുക, വായു തന്നെയാണ് ഓക്കി, ഈ വായു തന്നെയാണ് കത്രീന, വായു തന്നെയാണ് കൊടുങ്കാറ്റായതും, വായു തന്നെയാണ് ചുഴലി കൊടുങ്കാറ്റായതും, ചെറിയ കാറ്റായും മന്ദമാരുതനായും. അവൻ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതെല്ലാം കാണുന്നുമുണ്ട്. ഓക്കി വേറെ എവിടെയെങ്കിലും പോയി അത് മരിച്ചു പോയതാണോ? അല്ല, അത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുക, ദൈവം ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനാണ്, ദൈവം ആത്മാവാണ്. ദൈവം കർത്താവ് തന്നെ പറഞ്ഞ് എന്നെ നമസ്കരിക്കുന്നവർ അല്ലെങ്കിൽ പിതാവിനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കണം. കാരണം ദൈവം ആത്മാവാകുന്നു. വായു ഓക്കിയെ പിടിച്ച് കെട്ടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കിയെ പിടിച്ച് കെട്ടേണ്ട കാര്യമില്ല. കാരണം അല്പം വായു എടുത്ത് നമ്മൾ ടയറിൻ്റെ ട്യൂബിലൊക്കെ അടിക്കണ പോലെ വേണമെങ്കിൽ സ്റ്റോക്ക് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. കാരണം അത് തന്നെയാണ് ഓക്കി. വായു തന്നെയാണ് കത്രീന, വായു തന്നെയാണ് ഫിലോമിന, വായു തന്നെയാണ് ഡേവിസ്, വായു തന്നെയാണ് തോമസ്. പക്ഷെ അവൻ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അവനെ എപ്പോൾ വേണമെങ്കിലും ഏത് രൂപത്തിലും അവൻ വരും. ഓക്കെ, ഇനി നമ്മൾ ദൈവത്തിൻ്റെ ഏകത്വം ത്രിത്വം എന്താണെന്നുള്ളത് പഠിക്കാനായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്നാനത്തെക്കുറിച്ചും പറയുമ്പോൾ ഇത് മനസ്സിലാക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന് വായിക്കുക, റോമാലേഖനം 1:18 തൊട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല അഭക്തിക്കും നേരെ ദൈവത്തിൻ്റെ കോപം വരുന്നത്. കാരണം ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി. നമുക്ക് പ്രപഞ്ച സൃഷ്ടി മുതൽ കാണാനുണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനെ വ്യാജമാക്കി കളയുന്ന മനസ്സ് കത്തിക്കരിഞ്ഞു പോയ കുറേ നുണയന്മാരുടെ കാപട്യം കൊണ്ട് എന്ത് ചെയ്യുന്നു? വ്യാജമാക്കി കളയാണ്. കാരണം ഇതെല്ലാം നമുക്ക് വെളിവായിട്ടുണ്ട്, പ്രകൃതിക്ക് തെളിവായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രകൃതിയിലേക്ക് നോക്കുക, വായുവിലേക്ക് നോക്കുക, വായു നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരും. ഓക്കെ, ഗോഡ് ബ്ലസ് യു. അടുത്തത് നമ്മൾ ദൈവത്തിൻ്റെ ഇത് ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് സ്നാനം ഏത് നാമത്തിൽ വേണം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഈ ദൈവത്തിലെ വിഷയങ്ങൾ കൂടുതലായി മനസ്സിലാക്കാൻ കഴിയും. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.